കേരളത്തിൽ വാഹനാപകടങ്ങൾ ഇന്ന് ഏറെയാണ്. എന്നാൽ 109 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. വണ്ടികൾ കുറവായിരുന്ന ആ കാലത്ത് അപകടങ്ങളും കുറവായിരുന്നു. എന്നാൽ കേരളത്തിലെ ആദ്യ വാഹനാപകടം 1914 സംഭവിച്ചു. പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അന്ന് മരണപ്പെട്ടത്. 1914 സെപ്റ്റംബർ 20 കായംകുളത്ത് നടന്ന ആ അപകടത്തിൽ മരിച്ചത് ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തൊഴാൻ പോകുന്ന പതിവുള്ള ആളായിരുന്നു വലിയകോയി തമ്പുരാൻ. 1914 സെപ്റ്റംബർ 13 അദ്ദേഹം പതിവ് വഴിപാടുകൾക്കു ശേഷം ഹരിപ്പാടിലെ അനന്തപുരം കൊട്ടാരത്തിൽ താമസിച്ചു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. കൂട്ടായി കേരള പാണിനി ഡോക്ടർ AR രാജരാജവർമ്മയും ഗുസ്തിക്കാരനായ ഡ്രൈവർ ഐമനം കുട്ടൻപിള്ളയും പരിചാരകനായ തിരുമുൽപ്പാടും ഉൾപ്പെടെ 4 പേരും കാറിലുണ്ടായിരുന്നു. ഹരിപ്പാട് നിന്ന് മാവേലിക്കര കായംകുളം വഴി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു പദ്ധതി. മാവേലിക്കര കഴിഞ്ഞ് കുറ്റിത്തെരുവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു തെരുവ് നായ കാറിന് മുന്നിലേക്ക് ചാടിയതോടെ അപകടം സംഭവിച്ചു. അകമ്പടിക്കാരിൽ ഒരാൾ നായയെ കാലുകൊണ്ട് തൊഴിച്ചോടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട കാർ വഴിയരികിലെ ചെറുകുഴിയിലേക്ക് മറിഞ്ഞത്. നാട്ടുകാർ ഓടിക്കൂടി കാറിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തു. AR രാജരാജവർമ്മ വലിയകോയി തമ്പുരാനെ എഴുന്നേൽപ്പിച്ച് സമീപത്തെ വീട്ടിലിരുത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി. വലിയകോയി തമ്പുരാന്റെ നെഞ്ചിന്റെ വലതുഭാഗത്തിടിച്ചെങ്കിലും മറ്റു ഗുരുതര പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പരിചാരകനായ തിരുമുൽപ്പാടിന്റെ കാലിനും ഒടിവുണ്ടായി. തുടർന്ന് വലിയകോയി തമ്പുരാനെ കൃഷ്ണപുരത്തു നിന്ന് കൊണ്ടുവന്ന പല്ലക്കിൽ മാവേലിക്കരയിലെ ശാരദാ മന്ദിരത്തിലേക്ക് മാറ്റി. പ്രശസ്ത ഡോക്ടർ വല്യത്താനാണ് ചികിത്സ നിർവഹിച്ചത്. എന്നിരുന്നാലും 1914 സെപ്റ്റംബർ 22 രാവിലെ വലിയകോയി തമ്പുരാൻ അന്തരിച്ചു. ഇദ്ദേഹത്തെ കൊണ്ടുവന്ന പല്ലക്ക് ഇന്നും ശാരദാ മന്ദിരത്തിൽ സംരക്ഷിച്ചു പോരുന്നു. ഈ അപകടത്തെക്കുറിച്ച് AR രാജരാജവർമ്മയുടെ മക്കളായ M ഭാഗീരഥിയമ്മ തമ്പുരാനും M രാഘവവർമ്മ തമ്പുരാനും ചേർന്നെഴുതിയ AR രാജരാജവർമ്മ എന്ന ഗ്രന്ഥത്തിലും പരാമർശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.